ഹലോ! നിങ്ങൾ വിചാരിക്കും ഞാനെന്നാ ഈ വാ പൊളിഞ്ഞിരിക്കുന്നേന്ന്. വേറൊന്നും അല്ല ട്ടോ. ഇപ്പം സമയം ലേറ്റ് നൈറ്റ് 2 മണി. അപ്പോൾ ഈ കുട്ടി മിനി ഹാമ്പർ ബോക്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ നിർവൃതിയിൽ അങ്ങനെ ഇരുന്ന് പോയതാണ് ട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഈ 3 കുട്ടി മിനി ഹാമ്പർ ബോക്സുകളാണ് ട്ടോ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഈ ഹാർട്ട് ഷേപ്പിലുള്ളത്, പിന്നെ ഒരു റൗണ്ട്, പിന്നെ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഒരു ബാഗുമാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആ കുഞ്ഞി മിനി ബോക്സുകൾ നിറയ്ക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒരാളാണ് കേട്ടോ ഇത് വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അവൾക്ക് അവളുടെ ഹസ്ബൻഡ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് സെറ്റ് ഓഫ് ഫ്രണ്ട്സ്, പിന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ഐറ്റംസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഹാർഡ് ബോക്സാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു പ്ലെയിൻ ബോക്സ്, അതിൻ്റെ ഒരു ബോക്സ് ഹെഡ് തന്നെ പ്ലെയിനായി കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് പെറ്റൽസ് വന്നിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ അതൊരു ഭംഗി വെക്കാൻ വേണ്ടിയിട്ട്, ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് നോക്കി. അപ്പോൾ അത് ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്ലൂ ഗണ്ണാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് അത് സ്റ്റിക്ക് ചെയ്തിരിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ബോക്സിൻ്റെ ഫിനിഷിങ് വന്നിട്ട് ഒരു വെൽവെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത് ഇരിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വെൽ സെറ്റിൽഡായിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് അത് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പേപ്പർ കട്ടിങ്സൊക്കെ വെച്ചു. പിന്നെ അതുപോലെ ഒരു ബോക്സാണ്, ഒരു ഹാർഡ് ബോക്സാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മിസ്റ്ററി ബോക്സ് ഉണ്ട്, അതിനകത്തൊരു ചെയിനും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലവറും വരും. അപ്പോൾ അത് നല്ല ഭംഗിയാണ്, നല്ല ഫിനിഷിംഗ് ആണ് ആ ഒരു ബോക്സിനുള്ളത്. പിന്നെ നമ്മൾ വെക്കാൻ പോകുന്നത് ഈ പിങ്ക് കളറിലുള്ള പിങ്ക് ബോം സീക്രട്ട് എന്ന് പറഞ്ഞ ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ. അതിൻ്റെ ബോട്ടിൽ തന്നെ നല്ലൊരു ഷേപ്പിൽ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നുമല്ല. ആൾക്ക് തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലുള്ള പെർഫ്യൂമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതുപോലെയുള്ള പോളറോയിഡ് ഫോട്ടോസാണ് കേട്ടോ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അവളുടെ കുറച്ച് ഫോട്ടോസാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. ഷാർജയിലെ അമേസിങ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു. ഇങ്ങനെയും കുറച്ച് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വലിയ ഫ്രെയിംസ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അവർ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അവളൊരു കിക്കാറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കിക്കാറ്റ്സും ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് കിക്കാറ്റ്സ് ആയിരുന്നു അവൾക്ക് മെയിൻ ഒരു ചോക്ലേറ്റ്സ് ഇഷ്ടമുള്ളത്. അവൾക്ക് കിക്കാറ്റ് ആയതുകൊണ്ട് തന്നെ അതും ഞാൻ അതിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ അതിൻ്റെ ബോക്സൊക്കെ അടച്ചു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഇത് വന്നിട്ട് ഇങ്ങനെയാണ്. പിന്നെ ഒരു ബർത്ത്ഡേ സ്റ്റിക്കറും കൂടെ അതിൻ്റെ ടോപ്പിലൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു റെഡ് റിബണും കൂടെ ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റെഡ് റിബൺ അത്രയ്ക്ക് അങ്ങോട്ട് അതിന് മാച്ച് ആവുന്നില്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അത് അഴിച്ചു കളഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ വന്നിട്ട് ബർത്ത്ഡേ സ്റ്റിക്കറും നമ്മളതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനിഷിംഗ് ലെവൽ വന്നിട്ട് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാർഡ് ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹാർട്ട്, പിന്നെ കുറച്ച് അവളൊരു കിക്കാറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ കിക്കാറ്റ്സ് കുറച്ച് അറേഞ്ച് ചെയ്തു, ഫോട്ടോസ്, അതുപോലെ തന്നെ ഒരു പെർഫ്യൂം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുടെ ഹസ്ബൻഡ് എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഗിഫ്റ്റ്സൊക്കെയാണ് അവൾക്ക് വേണ്ടത് എന്ന്. അപ്പോൾ ഈ ഒരു ഫ്രെയിമും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് സെറ്റാക്കാനുണ്ട്, ഒരു റെസിനായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഹാമ്പർ ബോക്സുകളൊക്കെ ഉണ്ടല്ലോ, സൈൻ ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. ബിക്കോസ് ഏതൊരു മൊമെൻറ്റ്സ് ആണെങ്കിലും, അതിപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഹൗസ് വാമിങ് ആണെങ്കിലും ബാപ്റ്റിസം ആണെങ്കിലും അങ്ങനെ മാരേജ്, അങ്ങനെയുള്ള ഏതൊരു ഒക്കേഷൻ ആണെങ്കിലും ഇപ്പം കൊടുക്കുന്നയാളും അതുപോലെ തന്നെ വാങ്ങുന്ന ആളും ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു മൊമെൻ്റാണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡായിട്ട് നോക്കുന്നത് ഈ ഒരു റൗണ്ട് ടൈപ്പിലുള്ള ഒരു ബോക്സിലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം അതിലേക്ക് ഈ ഒരു കുഞ്ഞി ഡയറിയാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഈ ബോഡി മിസ്റ്റാണ് കേട്ടോ. ഇതൊരു പെർഫ്യൂമല്ല, ബോഡി മിസ്റ്റാണ്. ഇത് കുറച്ച് ഹാർഡ് സ്മെല്ലാണ്. അപ്പം ഞാനൊരു വാങ്ങിയതിൽ കുറച്ച് ഹാർഡ് സ്മെല്ലാണ് ഈ ഒരു ബോട്ടിലിനുള്ളത്. അപ്പോൾ അവൾക്ക് അത്ര ഹാർഡ് സ്മെല്ല് അവൾക്ക് പറ്റാത്തതുകൊണ്ട് മൈൽഡായിട്ടുള്ള ഒരു ബോഡി മിസ്റ്റ് ഞാനതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഒരു ബോഡി മിസ്റ്റിൻ്റെ ഈ ബോട്ടിൽ ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. കാരണം അതിന് ഹൈറ്റ് കുറച്ചുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഹെഡ് ക്യാപ്പ് വരുന്നതുകൊണ്ട് അത് ഇരുന്നോളൂ. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാസിയോൻ്റെ ചെറിയൊരു വാച്ചാണ്.
അപ്പോൾ ഈ ഒരു മിനി ഗിഫ്റ്റ് ബോക്സ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു സിൽവർ കളറിലുള്ള വാച്ചാണ് അതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് 2 ഫ്ലവേഴ്സും കൂടെ നമ്മളതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ബോക്സ് ഫിനിഷിങ്ങിലേക്ക് എത്തി. അപ്പോൾ ഒരു മിനി ബോക്സാണ്. പിന്നെ അതൊരു ക്യാപ്പും കൂടെ നമ്മൾ വെച്ച് കൊടുത്തു. അങ്ങനെ അതും ആ ഒരു ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡിലോട്ട് എന്തോ ഒരു കുറവുള്ള പോലെ തോന്നിയുണ്ട്. ഞാൻ അതിൻ്റെ ഹെഡിൽ ചെറിയൊരു റിബണിൻ്റെ ഒരു ഇതും കൂടെ വെച്ച് കൊടുത്ത് അത് ഫിനിഷിംഗ് ആക്കി. അപ്പോൾ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മിനി ഹാമ്പർ ബോക്സാണ് ഇതിനകത്ത്. ഒത്തിരി സാധനമൊന്നുമില്ല, പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിൽ കുറച്ച് അടിപൊളി ഐറ്റംസാണ്. അടുത്തത് വന്നിട്ട് ഇത് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് അതവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തും ഇതുപോലെ ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ബാഗ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഒരു ഈ ബാഗാണ് അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രൗൺ കളർ വരുന്ന ഒരു ബാഗാണ് ഫസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് വെക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു മഗ്ഗാണ്. മഗ്ഗിൻ്റെ മേലെ നമുക്ക് കുറച്ച് തെർമോക്കോൾസ് വരുന്ന ബോൾസ് ഉണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഹാൻഡിലാണ് ഭയങ്കര ഹൈലൈറ്റ്, കാരണം കുറച്ച് കട്ടിയായിട്ട് തോന്നുന്ന ഒരു ഹാൻഡിൽ ടൈപ്പ്. പിന്നെ ഈ ഒരു ജേർണൽസാണ് കൊടുക്കുന്നത്. ശരിക്കും ഞാൻ അൺറൂൾഡ് ആയിരുന്നു, ബട്ട് അത് റൂൾഡ് വരുന്നതായി. പിന്നെ ഈ വാലൻസിയൻ്റെ ഈ ഒരു പെർഫ്യൂം കൂടിയാണ് അതിനകത്ത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും അടിപൊളിയാണ്. ഞാൻ ഭയങ്കര ഒബ്സസ്ഡായി ആ ഒരു സ്മെല്ലിനോട്. അപ്പം ഞാനും ഇതിൻ്റെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് വെക്കാൻ പോകുന്നത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. ആൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ് കുറച്ച് അവൾക്ക് കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് തീമിലാണ് നമ്മൾ ചോക്ലേറ്റ്സ് എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ ഒരു ചെറിയൊരു ഇയറിങ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം ആയിട്ടുള്ള സിംഗിൾ ഫോട്ടോസ് വരുന്ന പോളറോയിഡ്സും നമ്മൾ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് ഈ LED ലൈറ്റ്സിലൊക്കെ ക്ലിപ്പ് ചെയ്ത് നമ്മൾ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. ഈ LED ലൈറ്റ്സിലൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഫോട്ടോസ് ഹാങ് ചെയ്തിടാൻ പറ്റുന്നത്. അങ്ങനെ ഒരു തോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് പോളറോയിഡ് ഫോട്ടോസ് കൊടുത്തത്. അപ്പം പിന്നെയുള്ളത് ഈ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചറാണ്. അവളുടെ ഡ്രീംസൊക്കെ കം ട്രൂ ആവട്ടെ. പിന്നെ ഈ ഒരു ക്ലിപ്പാണ്, ഇതൊരു പൂക്കി ക്ലിപ്പാണ്. അതായത് ഇപ്പോൾ എല്ലാവരുടെയും ട്രെൻഡിങ്ങിൽ എല്ലാ വീഡിയോസിലും ഞാൻ കാണുന്നതാണ് ഈ ഒരു ക്ലിപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞ് ഹാമ്പർ സെറ്റ്സാണ്. അപ്പോൾ ഇത്രയും ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.